ഇത്രയും വർഷം യൂസ് ചെയ്തതിൻ്റെ എല്ലാ അറ്റകുറ്റപ്പണികളും ഈ ഒരു വണ്ടിയിലുണ്ട്. ഈ ഒരു സാധനം കണ്ടോ, ഇതിങ്ങനെ കിടന്ന് ഇളകുന്നുണ്ട്, അതാണ് പ്രശ്നം. ഇത് എടപ്പള്ളി ഫ്ലൈ ഓവറാണ്, ബൈപ്പാസിൻ്റെ അവിടെ. ജോലിക്ക് പോകുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ്, ലുലുവിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി അവിടുന്ന് എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോയി, ഒരുപാട് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്തു, എക്സ്പീരിയൻസ് ചെയ്തു. വിത്തൗട്ട് ഗിയർ ലൈസൻസ് ആയിരുന്നു എടുത്തത്. അപ്പോൾ ഇനി അത് എനിക്ക് ഇപ്പോൾ ബൈക്കൊക്കെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ വിത്ത് ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യണം. അതിന് 22ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറി. എനിക്ക് വാശിയായിരുന്നു, വണ്ടി വേണം എന്നുള്ളൊരു വാശിയായിരുന്നു. അതിന് 23ാമത്തെ വയസ്സിൽ ഞാൻ വണ്ടി വാങ്ങി. ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം എടുത്താലും അത് നമുക്ക് നമ്മുടെ കയ്യിലെത്തും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ഇത് സമയം ഇപ്പോൾ 12:52 ഉച്ചയാവാറായി. ഉച്ചയ്ക്കാണ് കുളിയിൽ കഴിഞ്ഞിട്ട് എത്ര നേരം കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് സാധനങ്ങളൊന്നും ഉറങ്ങി. സാധാരണ എനിക്ക് സൺഡേ ലീവാണ്. അപ്പം ശനിയാഴ്ച വൈകിട്ട് രാത്രി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യാറ്. ഇന്ന് ഞാനെന്തോ പോയില്ല. എനിക്ക് കുറച്ച് ഞാൻ വീഡിയോസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാനൊരു മോർണിംഗ് റൈഡൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് നേരം വഴി. ഞാൻ കുറേ വിചാരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു വണ്ടീനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന്. എൻ്റെ വണ്ടി എടുത്തിട്ട് ഏകദേശം 9 വർഷമായി. ആ 9 വർഷമായിട്ട് വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. 9 വർഷം കഴിഞ്ഞു, 10 വർഷം ആവാറായിട്ട് തോന്നുന്നു. അപ്പം ഞാൻ 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പുതിയൊരു വണ്ടി എടുക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പം എന്തായാലും ആ ഒരു വണ്ടി ഇപ്പം അടുത്ത് തന്നെ എടുക്കും. അപ്പോൾ ഈ ഒരു വണ്ടീനെ കുറിച്ചൊരു വീഡിയോ എന്തായാലും ഞാൻ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം അതായിരിക്കും ഇന്നത്തെ ഒരു വ്ളോഗിൽ. സോ ഉച്ചയ്ക്ക് 1 മണി ആവാറായി. ഇനിയിപ്പം എനിക്ക് ചോറൊന്നും വെച്ചിട്ടില്ല, ചോറും കറിയും വെക്കണം. ഇന്നലെ തിരുമ്പിട്ട ഡ്രസ്സുകൾ കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്കൊന്ന് മടക്കി വയ്ക്കാനുണ്ട്. അപ്പം ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചൊരു വണ്ടി എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടറായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് പിന്നെ ഓൾറെഡി ഞാൻ എടുത്ത ലൈസൻസ് എന്ന് പറഞ്ഞത് വിത്തൗട്ടായിരുന്നു, വിത്തൗട്ട് ഗിയറായിരുന്നു, വിത്ത് ഗിയർ ആയിരുന്നില്ല. അന്ന് എന്തോ ഒരു ഇതിലായിരുന്നു. 2017 ഞാൻ ലൈസൻസ് എടുത്തത്. അപ്പം അന്ന് അതൊക്കെ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരിക്കാം ആ ഒരു വിത്തൗട്ട് ഗിയർ ലൈസൻസ് എടുത്തത്. അപ്പം പെട്ടെന്ന് ഇനിയിപ്പോൾ അതൊക്കെ മാറ്റാനും പിടിക്കാനൊക്കെ കുറച്ച് സമയം പിടിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഹണ്ടർ എനിക്കിഷ്ടമായിരുന്നു. ഹണ്ടറായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ അതിന് മുന്നേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ യമഹയുടെ എയറോക്സ് 155 ആയിരുന്നു. അത് ഇപ്പോഴും അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വണ്ടി ഇപ്പോൾ ഉള്ള വണ്ടി യമഹ റേസഡാണ്. അന്ന് ആ ഒരു സമയത്ത് 2016 സമയത്ത് ട്രെൻഡിങ്ങിലായിട്ട് നിന്നിരുന്നൊരു വണ്ടിയായിരുന്നു. എനിക്ക് അത്രയും ആഗ്രഹത്തോടു കൂടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു വണ്ടിയായിരുന്നു അത്. പക്ഷെ ഇത്രയും വർഷം ആ ഒരു വണ്ടി യൂസ് ചെയ്തു. എന്തായാലും മാറ്റേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഇത്രയും കാലം യൂസ് ചെയ്തിട്ടും ആ വണ്ടിക്ക് പ്രത്യേകിച്ച് വലിയ എൻജിനുള്ള കംപ്ലൈൻറ്റുകളൊന്നും, മറ്റ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ ബ്രേക്ക് അത് ഇതൊന്നും അല്ലാതെ എൻജിൻ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ യമഹയുടെ എയറോക്സ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അറിയില്ല, ഇനി അവിടെ ഷോറൂമിലൊക്കെ പോയിട്ട് എന്താ ഇങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടൊക്കെ വേണം എടുക്കാനായിട്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ പുതിയൊരു വണ്ടിയിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് ഈ ഒരു വണ്ടിയിൽ കുറച്ച് അത്യാവശ്യം ഇഷ്യൂസ് ഉണ്ട്. ബ്രേക്കായാലും എത്രയെന്ന് വെച്ചാൽ ബ്രേക്കൊക്കെ ഒന്ന് കംപ്ലൈൻറ്റ് മാറ്റുന്നത്. പിന്നെ എന്താ പറയുക, എനിക്ക് ലോങ് പോകാനൊക്കെ ആയിട്ട് അത്ര കംഫർട്ടബിൾ ഇപ്പോൾ തോന്നുന്നില്ല. അന്നുണ്ടായിരുന്നു. ഇപ്പം അത്രയും ആയതുകൊണ്ട് ലോങ് പോകാനൊക്കെ എനിക്ക് കുറച്ച് പേടിയുണ്ട്. അപ്പം എന്തായാലും എനിക്ക് പുതിയൊരു വണ്ടിയൊക്കെ എടുത്തിട്ട് വേണം ഒരു ലോങ് ട്രിപ്പൊക്കെ ഒന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഹണ്ടർ വാങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടും സെയിം ബഡ്ജറ്റ് തന്നെയാണ്. ഹൈറ്റ് നമ്മൾ കൂടുതൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹൈറ്റ് അല്ലേ നോക്കുക. അപ്പം ഈ ഹൈറ്റ് ഞാൻ വലിയ ഹൈറ്റൊന്നുമില്ല, ഹൈറ്റ് കുറഞ്ഞവരാദ്യം നിങ്ങൾക്ക് പറ്റുന്നൊരു വണ്ടിയിൽ നോക്കിയത്. രണ്ടും സെയിം ഹൈറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ വെയിറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഹണ്ടർ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. യമഹ എയറോക്സ് ഒരു 120 kg ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സീറ്റിനടിയിലുള്ള സ്പേസ് അത്യാവശ്യത്തിന് ഉണ്ട്. നല്ലൊരു സ്പേസുള്ളൊരു വണ്ടിയാണ് എയറോക്സിൻ്റെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനും
പിന്നെ ഗ്യാസ് കുറ്റി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടിയൊന്നുമല്ല എയർഹോട്സ് എന്ന് പറയുന്നത്. എയർഹോട്സിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു ഇതുണ്ടാവില്ല. അവിടെ ശരിക്കും ഒരു പൊന്തി നിൽക്കുന്ന ഒരു സൈസാണ്. അതെന്താ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ബൈക്ക് മോഡലുള്ളൊരു വണ്ടിയാണ്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വണ്ടിയാണ് എനിക്കിഷ്ടം. പക്ഷേ എനിക്ക് തോന്നുന്നു മൈലേജ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു എയർഹോട്സിന്. അത്ര മൈലേജ് കിട്ടുന്നില്ല എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അറിയില്ല ഇത് സിറ്റി ഏരിയയിലൊക്കെ എങ്ങനെയാവും. പിന്നെ എയർഹോട്സിൽ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം, നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാം, പിന്നെ ഫോൺ ചാർജ് ചെയ്യാൻ തോന്നുന്നു, ഫോൺ കണക്ട് ചെയ്യാം, നമുക്ക് കോളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നല്ല എന്താ പറയുക ഹൈടെക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആഡഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിരുന്നു ഇത് മതി, ഇനി അടുത്ത വണ്ടി ഇത് മതി എന്നുള്ളത്. പിന്നെ അതിന് ശേഷം ഹണ്ടർ ഇറങ്ങിയത് കണ്ടപ്പോൾ ബൈക്ക് എടുത്താലോ എന്നൊക്കെ തോന്നി. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എന്തെങ്കിലും വെക്കാൻ വേണ്ടി വരും. പിന്നെ ഹെൽമെറ്റ് വയ്ക്കണം. ഈ ഹെൽമെറ്റ് പുറത്ത് വെച്ചിട്ട് എപ്പോഴും നമുക്ക് കൈ കൊണ്ട് നടക്കാനോ അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് എന്തെങ്കിലും പോകാനോ പോസിബിളാന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അപ്പം ഇതിനുള്ളിലാണെച്ചെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് വയ്ക്കാം, വേറെ കുറേ സാധനങ്ങൾ ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കാം. പിന്നെ ഫ്രണ്ടിൽ ആ സ്പേസ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ മാറേണ്ട സമയമായി. നമുക്ക് സാധാരണ വീട്ടിലായാലും ഇന്ത്യയിലൊക്കെ വാങ്ങിച്ചാലും ഈ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടാണ്. അത് വെക്കാനൊക്കെ സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ആ വണ്ടി കുറേ കാര്യങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. പക്ഷേ ഇത് അതുണ്ടാവില്ല. പക്ഷെ അതിന് പകരം സീറ്റിൻ്റെ ഇതിൽ നല്ല അത്യാവശ്യത്തിന് സ്പേസ് ഉണ്ട്. എന്തുകൊണ്ട് 100 എടുത്തൂടെ എന്നൊക്കെ ചോദിച്ചായിരുന്നു എന്നോട് 1-2 പേര്. പക്ഷേ ഇതാണ് കേസ്. എനിക്ക് ഒന്നാമത്തെ കേസ് ലൈസൻസ് മാറ്റേണ്ട ഇതുണ്ട്. പിന്നെ വെയിറ്റ്, ഈ ഹണ്ടറിൻ്റെ വെയിറ്റ് കൂടി താങ്ങണം. ഹണ്ടർ ഞാൻ എടുക്കും, തീർച്ചയായിട്ടും എടുക്കും. ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഞാൻ നേടിയിട്ട് തന്നെ ഉള്ളൂ. അപ്പം അതിന് ചിലപ്പോൾ ഒരു കാലതാമസം വന്നേക്കാം. അതിനുള്ള സമയമാകുമ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് സമയമാകുമ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ചത് എന്നിലേക്ക് വന്നിട്ടുള്ളൂ. ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം എടുത്താലും അത് നമുക്ക് നമ്മുടെ കയ്യിലെത്തും. എന്തായാലും 100 ഞാൻ എടുക്കും. കുറച്ച് ടൈം എടുത്താലും ഇനി കുറച്ച് 1-2 വർഷം കഴിഞ്ഞാലും ഞാൻ 100 എടുക്കും. ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ കുറേ പേരെ കൊച്ചിയിൽ വന്നിട്ട് ഈ മെട്രോൻ്റെ താഴേക്കൂടെയുള്ള റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് കാണുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നത് എനിക്കിങ്ങനെ പോകാൻ പറ്റുമോ, അതെൻ്റെ സ്വന്തം വണ്ടിയിലൊക്കെ ഇങ്ങനെ മെട്രോൻ്റെ താഴേക്കൂടെയൊക്കെ ഓടിച്ചിട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ അത് റിയാലിറ്റിയിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഫ്ലൈ ഓവർ കയറിയിട്ടാണ്. ഇത് എടപ്പള്ളി ഫ്ലൈ ഓവറാണ്, ബൈപ്പാസിൻ്റെ അവിടെ. ലെഫ്റ്റിൽ കാണാം ലൂലു കാണുന്നുണ്ട്. ഞാൻ എന്നും വർക്ക് ജോലിക്ക് പോകുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ്, ലൂലുവിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ്. മിക്കപ്പോഴും ബ്ലോക്ക് കിട്ടും ഇവിടെ. ലെഫ്റ്റിൽ കാണാം ലൂലുവിൻ്റെ ബിൽഡിങ്. ഞാനിവിടുന്ന് U-turn എടുക്കാമെന്ന് വിചാരിക്കുന്നു. നേരെ പോയി കഴിഞ്ഞാൽ കളമശ്ശേരിയാണ് കേട്ടോ. ട്രാഫിക്കിൽ എടപ്പള്ളി പോലുള്ള ഒരു സ്ഥലത്ത് എനിക്ക് ഈ ഒരു വണ്ടി കൊണ്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഇൻഡിക്കേറ്റർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല, പിന്നെ ഹോണിന് സൗണ്ട് വ്യത്യാസം വന്നു. അത് ഞാൻ എടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു കാറിൻ്റെ ഫ്രണ്ടിൽ രണ്ട് സൈഡ് ഞാൻ തന്നെ ചെന്നിടിച്ചു. കാറുകാരൻ അറിഞ്ഞില്ല കേട്ടോ, കാറുകാരൻ അറിഞ്ഞില്ല. ഞാൻ എൻ്റെ വണ്ടി മറിയുകയും ചെയ്തു. പക്ഷെ ഞാൻ വീണില്ല, ഞാൻ ചാടി നിൽക്കുകയാണ് ചെയ്തത്. എൻ്റെ ഒരു ഭാഗത്തിനൊന്നും പറ്റിയില്ല. അപ്പോൾ ആ വീഴ്ചയിൽ വണ്ടിയുടെ ഫ്രണ്ടിലെ ഭാഗം നന്നായി ഇളകുന്നുണ്ട്. അപ്പം ഞാനത് കഴിഞ്ഞ ദിവസം ഭയങ്കര സൗണ്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചപ്പം അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ടാങ്ക് കൂട്ടിയിട്ടുണ്ട്, അത് മാറ്റണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ
അപ്പോൾ എന്തായാലും അത് മാറ്റി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും എത്രയും പെട്ടെന്ന് ഞാൻ ഈ ഒരു വണ്ടി ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചേഞ്ച് ചെയ്യാനായിട്ട് മുന്നേ എനിക്ക് വീട് വരെ എത്തണമല്ലോ. വീട് വരെ എന്തായാലും ഗുരുവായൂർ വരെ ഈ വണ്ടി കൊണ്ട് എത്തണമല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ആടുന്നുണ്ട്. ഇത് ആടുന്നുണ്ടോയെന്നറിയില്ല താഴെ. അപ്പോൾ അത് റെഡിയാക്കിയാലേ എനിക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ഇതാണ് മെയിൻ എന്താ പറയുക എടപ്പള്ളി ബൈപ്പാസ്. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ നമ്മൾ വളഞ്ഞിട്ടൊക്കെ പോകണം. അത് ഭയങ്കര പാടാണ്. ഇവിടെ എല്ലാം നാഷണൽ ഹൈവേയുടെ NH-66 പണികളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിൽ. ഇതിൻ്റെ ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് എടപ്പള്ളി ഫ്ലൈ ഓവർ. അതിൻ്റെ മുകളിൽ കൂടെ മെട്രോ, ആ മെട്രോൻ്റെ മുകളിൽ കൂടെ ഇനിയൊരു NH വരുന്നത്. NH വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ കണ്ടെയ്നർ റോഡിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതാണ് വല്ലാർപാടം കണ്ടെയ്നർ റോഡ്. അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടേക്ക് കൊണ്ടുപോയി ചീനോലകൾ കണ്ടിട്ടേക്കണേ? കായലിന് നടിയിൽ വരെ ചീനോലകളാണ്. ഈ ഒരു വണ്ടി എടുത്തിട്ട് 10 വർഷമാണ്. ഞാൻ 2016 ജനുവരിയിലാണ് ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത്. അപ്പം 2016 കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം 2025 അല്ലേ? ഓൾമോസ്റ്റ് ഒരു പോലീസുകാരെ പോയിട്ടല്ല, ഒരു 10 വർഷമല്ല, 9 വർഷം കഴിഞ്ഞു. ഇതേ 10ാമത്തെ വർഷത്തേക്ക് കടന്നു. അത്രയും വർഷം യൂസ് ചെയ്തില്ലേ? ഇത്രയും വർഷം ഈ ഒരു വണ്ടി ഞാൻ എന്താ പറയുക, എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ എന്നെ ഇവിടെ വരെ എന്നെ ഒരുപാട് സ്ഥലങ്ങൾ എത്തിച്ചിട്ടുള്ള ഒരു വണ്ടിയാണിത്. കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ഞാൻ ഈ ഒരു വണ്ടി കൊണ്ട്. എനിക്ക് എന്താ പറയുക, ഈ വണ്ടി മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടാവും. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ വാശിയോടുകൂടി ഇതിലൊന്നും നേടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഒരു വണ്ടിയാണ്. അപ്പോൾ അതിനെ ഒരുപാട് പേര് എന്താ പറയുക ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വണ്ടി ഞാൻ കൂട്ടിയാണ് എടുക്കട്ടെ. നല്ല രസമാണ് ബാക്കിൽ കാണാം. ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഞാൻ തൃശ്ശൂരാണ് സ്റ്റേ ചെയ്തിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അപ്പം നീ അവിടെയല്ലേ, അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഓടിക്കാൻ പറ്റുമോ? നീ ജോലിക്ക് പോവാ, അവിടെയല്ലേ ജോലി ചെയ്യണേ, അപ്പോൾ നിനക്ക് എങ്ങനെ വണ്ടി ഓടിക്കും? ഇതിവിടെ വെറുതെ കൊടുന്നിടണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തുള്ള ആളുകളും റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ കുറേ പോസിറ്റീവുകളൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കറിയാം, ഞാൻ കൊടുന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സമയം എനിക്ക് എന്തായാലും അടുത്ത് വരുന്നു എനിക്കറിയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ എന്താ പറയുക 23ാമത്തെ വയസ്സിൽ വാങ്ങിച്ച വണ്ടിയാണ്. ഇപ്പം എൻ്റെ ഏജിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ആ ഒരു ഏജിൽ പലരും എന്താ പറയുക അത്രയും ശേഷിയൊന്നുമില്ല പല പെൺപിള്ളേർക്കും. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. 23ാമത്തെ വയസ്സിൽ ഇപ്പോൾ പലരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞാനെൻ്റെ 22ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറി. എനിക്ക് വാശിയായിരുന്നു, വണ്ടി വേണം എന്നുള്ളൊരു വാശിയായിരുന്നു. എൻ്റെ 23ാമത്തെ വയസ്സിൽ ഞാൻ വണ്ടി വാങ്ങി. അപ്പം അന്ന് എനിക്കൊരു ഭയങ്കര എന്നെക്കൊണ്ട് എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുമെന്ന് മനസ്സിലായത് അവിടെ മുതലാണ്. കടമക്കുടിയിലേക്ക് പോകുന്ന ബ്രിഡ്ജാണിത്. നേരെ പോയി കഴിഞ്ഞാൽ കടമക്കുടിയിലെത്താം. ഇവിടെ ഒരുപാട് പേര് വണ്ടിയൊക്കെ സൈഡാക്കി നിർത്തി വന്നിരിക്കാറുണ്ട് കേട്ടോ. ഈവനിങ്ങിനാണ് ഒരുപാട് പേരുണ്ടാവുക. മൂലമ്പള്ളി ബ്രിഡ്ജാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സൺറൈസും സൺസെറ്റൊക്കെ അടിപൊളിയായിട്ട് കാണാം കേട്ടോ. മൂലമ്പള്ളി ബ്രിഡ്ജ്, യെസ്. ഞാൻ ആ ഒരു സൈഡേക്ക് അങ്ങോട്ട് നേരെ പോയിട്ടില്ല. വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അതേ അവിടെ ചീനവല പൊന്തിക്കുന്നു നോക്ക്, അടിപൊളി. ഒരുപാടുണ്ട് ഈ അറ്റം മുതൽ അറ്റം വരെ. അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ ചീനവലകൾ. അപ്പം ഇതാണ് എൻ്റെ 10 വർഷത്തിനടുത്തായിട്ടുള്ള എൻ്റെ വണ്ടി. യമഹ RZ ആണ്. എന്താ
KL 467166 ഗുരുവായൂർ രജിസ്ട്രേഷനാണ്. എനിക്ക് നമ്പർ മാറ്റാൻ തോന്നുന്നില്ല. പുതിയ വണ്ടി വാങ്ങിക്കുമ്പം അതിലേക്ക് ഈ ഒരു സെയിം നമ്പർ പ്ലേറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ അന്വേഷിച്ചു. പുതിയ വണ്ടിയാകുമ്പോൾ പുതിയ സീരീസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ വേണമെങ്കിൽ മാറ്റാമെന്നൊക്കെ എന്തൊക്കെയോ കുറച്ച് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് അറിയില്ല അത് പോസിബിൾ ആകുമെന്ന്. അപ്പം വണ്ടിയിലേക്ക് വരികയാണെന്ന് വെച്ചെങ്കിൽ ഇത്രയും വർഷം യൂസ് ചെയ്തതിൻ്റെ എല്ലാ അറ്റകുറ്റപ്പണികളും ഈ ഒരു വണ്ടിയിലുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ എടപ്പള്ളി പള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ തന്നെ ഒരു വണ്ടിയുടെ ഒരു കാറിൻ്റെ ബാക്കിൽ ചെന്ന് ഇടിച്ചു എന്നുള്ളത്. അത് മെയിൻ റീസൺ എന്ന് വെച്ചാൽ ലെഫ്റ്റ് ബ്രേക്ക് തീരെ ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഇതിൽ പറ്റിയതാണ്. ലെഫ്റ്റ് ബ്രേക്ക് തീരെ ഉണ്ടായിരുന്നില്ല. അപ്പം പെട്ടെന്ന് ആ കാറിൻ്റെ ഫ്രണ്ടിൽ വേറൊരു കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ ചെന്ന് ഇടിച്ച് ആ കാറിന് ചെന്ന് ഇടിച്ചപ്പോഴാണ് ദേ ഈ ഒരു പൊട്ടൽ കിട്ടിയത്. ഇത് പൊട്ടി, എന്താ ഇവിടെ ഇങ്ങനെ അടർന്ന്, ഇത് ഇവിടെയും പൊട്ടിയിട്ടുണ്ട്, ഇവിടെയും പൊട്ടി, ഇത് പൊട്ടി, ഇതിങ്ങനെ അടർന്നിട്ടുണ്ട്. പിന്നെ അതെ ഈ ഒരു സാധനം കണ്ടോ, ഇതിങ്ങനെ കിടന്ന് ഇളകുന്നുണ്ട്, അതാണ് പ്രശ്നം. പിന്നെ ഈ ഒരു അറയിലെല്ലാം എനിക്ക് ഞാൻ തൃശ്ശൂർ മുണ്ടൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് കേച്ചേരി വഴി കേട്ടോ പോവുക. കേച്ചേരി നിങ്ങൾക്കറിയാമല്ലോ, അത്രയും ബ്ലോക്ക് വരുന്നൊരു സ്ഥലമാണ്, എപ്പോഴും ആക്സിഡൻ്റൊക്കെ ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരുത്തം വന്നിട്ട് എൻ്റെ വണ്ടിയുടെ ബാക്കിൽ വന്ന് ഇടിച്ച് അങ്ങനെ ഉറഞ്ഞിട്ടുള്ള കേട്ടോ. അങ്ങനെ കുറേ പേര് എൻ്റെ ബാക്കിൽ വന്ന് ഇടിച്ചിട്ട് എനിക്ക് കുറേ പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉറഞ്ഞതാണ് ഇത്. പിന്നെ ഈ പെയിൻറ്റ് പെട്ടെന്ന് ഇളകും, ചെറിയൊരു അറയിൽ വന്നാലും പെയിൻറ്റ് പെട്ടെന്ന് ഇളകും. അതാണ് ഇതൊക്കെ, ഈ അറയിലൊക്കെ. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിലും ഇവിടെ ഉണ്ടോ അറിയൽ, ഗുരുവായൂരടുത്ത് ചോലൂർപ്പടിയിൽ പെട്രോൾ പമ്പ് കടക്കണതിന് മുന്നേ ഒരുത്തൻ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ വലിയ സ്പീഡായിരുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങോട്ട് കിടക്കുമ്പോഴേക്കും അവൻ എന്നെ റൈറ്റിലൂടെ എടുത്തു, ലെഫ്റ്റിൽ കൂടെ പോകാണ്ട് റൈറ്റിൽ കൂടെ എടുത്തിട്ട് അങ്ങനെ എൻ്റെ കണ്ണാടിയുമ കുളത്തിൻ്റെ വണ്ടി വീണു. അങ്ങനെയൊക്കെയാണ് ഈ ഒരയലുകൾ, സൈഡിലെ ഒരയലുകളൊക്കെ കിട്ടിയിട്ടുള്ളത്. പിന്നെ മഡ്കാടിൻ്റെ കേസ് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നല്ലൊരു പൊട്ടൽ കിട്ടി. ഇതെങ്ങനെ പൊട്ടിയത് എനിക്ക് ഓർമ്മയില്ല. ഇത് എവിടെയോ വീട് പൊട്ടിയത്, ഇതുപോലെ ഒരു പണി കിട്ടിയിട്ട് അങ്ങനെ പൊട്ടിയതാ. കാരണം 10 വർഷമൊക്കെ അടുത്ത് യൂസ് ചെയ്ത വണ്ടിയില്ല, അത്യാവശ്യത്തിന് പണിയൊക്കെ എന്തായാലും കിട്ടാതിരിക്കില്ലല്ലോ. പിന്നെ ഇവിടെ ഇടുന്നൊരു ഷീറ്റ് ഉണ്ടല്ലോ, ഈ ഷീറ്റ് ഞാൻ വണ്ടി ഇതിന് മുന്നേ ഞാൻ എടപ്പള്ളി ഫ്ലൈ ഓവറിന് താഴെ വെച്ചിട്ട് പോകാറ്. അപ്പം അങ്ങനെ വെച്ചപ്പം ആരോ എടുത്ത് കൊണ്ടുപോയി. അത് ഇവിടെ ഒരു എന്താ പറയുക ലോക്ക് പോലെ, പക്ഷെ ആ ലോക്കൊക്കെ ഇതായിട്ടുണ്ട്. പിന്നെ ടയറിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇന്ന വരെ ഇത്രയും കാലത്തിനിടയ്ക്ക് 1-2 വട്ടം മാത്രമേ തോന്നുന്നു ടയർ, 1 വട്ടോ 2 വട്ടോ അത്രയേ ഉള്ളൂ കേട്ടോ ടയർ മാറ്റിയിട്ട്. പിന്നെ ഈ ഫ്രണ്ടിലെ ടയർ ബെൻഡാവുണ്ടായിരുന്നു, ടയർ ചെരിഞ്ഞിട്ട് ഫ്രണ്ടിലെ ടയർ മാത്രം ഒരു സൈഡിൽ മാത്രം നന്നായിട്ട് തേയലുണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും വീഴ്ചയിലൊക്കെ ആയിട്ട് ഈ ഫ്രണ്ട് ഇതിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയതായിരിക്കാം. അപ്പോൾ ഒരു സൈഡ് മാത്രം തേയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആകുമ്പോഴേ നമ്മൾ പോകുന്ന സമയത്ത്, സ്പീഡിൽ പോകുന്ന സമയത്ത് വണ്ടി ചെരിഞ്ഞു പോണ പോലെയൊക്കെ തോന്നിയായിരുന്നു. അങ്ങനെ ആയപ്പം ഞാൻ പുതിയ ടയർ മാറ്റിയതായിരുന്നു. ഇതൊരു പുതിയ ടയറാണ് ആക്ച്വലി. യമഹയുടെ എൻജിൻ്റെ കേസ് പറയുകയാണെന്ന് വെച്ചെങ്കിലേ, എൻജിൻ അടിപൊളി എൻജിനാണ് യമഹയുടെ എൻജിൻ. അത് എടുത്ത് പറയണ്ട കേട്ടോ, ഇന്നേ വരെ എനിക്ക് യമഹയുടെ എൻജിന് ഒരു പ്രശ്നം വന്നിട്ടില്ല. ഒന്നും അങ്ങനത്തെ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എൻജിൻ്റെ കേസിൽ വന്നിട്ടില്ല. ചില ഏരിയയിലൊക്കെ നന്നായി വെള്ളം ഉണ്ടാവും, അങ്ങനെ വെള്ളത്തിൽ പോയിട്ട് എൻജിൻ ഓഫായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കുറച്ച് കഴിഞ്ഞാൽ എൻജിൻ ചൂട് പിടിക്കും. അതല്ലാതെ വേറെ എൻജിന് കംപ്ലൈൻ്റ് ആയിട്ട് എൻജിൻ നന്നാക്കാൻ വേണ്ടി കൊടുക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നവും യമഹയുടെ എൻജിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. കുഴപ്പമില്ല കേട്ടോ, അത് നമ്മൾ കാര്യമായിട്ട് സർവീസ് ചെയ്തില്ലെങ്കിലും അത് വണ്ടി നിന്നോളും. അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത. ഞാൻ ഒരുപാട് സർവീസുകളൊന്നും ഈ വണ്ടിയിൽ ഞാൻ ചെയ്തിട്ടില്ല. കോവിഡ് വന്നപ്പം 1-2 വർഷം അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ അവിടുന്ന് സർവീസൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ സർവീസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്താ പറയുക, ഷോറൂമിൽ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ സർവീസ് ചെയ്യേണ്ട പ്രശ്നങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കും അതിൻ്റേതായ ചില എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. പിന്നെ ബ്രേക്ക് എന്നിട്ട് ഞാൻ ലേറ്റസ്റ്റ് ഞാൻ ഇവിടെയുള്ള എടപ്പള്ളിയിലുള്ള ഒരു ഇതിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുത്തപ്പം ഈ ബ്രേക്ക് തീരെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആ ചേട്ടൻ നല്ല രീതിക്ക് എന്നെ ഉപദേശിക്കും, ബ്രേക്കില്ലാണ്ടാണ് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞിട്ട്. അത് ചേട്ടാ ഞാൻ പിന്നെ ഇപ്പുറത്തെ ബ്രേക്ക് ഉണ്ടല്ലോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഈ ബ്രേക്കും ഇതാണ്, ഇത് ബ്രേക്ക് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല കേട്ടോ. പക്ഷെ പിടിച്ച് കഴിഞ്ഞ് നിൽക്കാറുണ്ട്. വണ്ടി മാറ്റുമ്പോൾ എന്തായാലും ഈ സ്റ്റിക്കർ ഞാൻ എടുത്ത് കളയും കേട്ടോ. എനിക്ക് ഈ ഒരു വണ്ടി മാറ്റാൻ അവർ കൊടുത്താലും മാറാം, പക്ഷെ എനിക്ക് വേറെ ആളെ യൂസ് ചെയ്യുന്നൊരു കേസ് വരുന്നതാണ് എനിക്ക് എന്തോ പോലെ.
എന്താ പറയുക, ഇത് വേണമെങ്കിൽ ഇവർ പൊളിക്കേ എന്തെങ്കിലും ആക്കിക്കോട്ടെ, പക്ഷെ അത് വേറൊരാൾ വാങ്ങിച്ചിട്ട് അവർ സെക്കൻഡ് ഹാൻഡായിട്ട് യൂസ് ചെയ്യുന്ന കേസ് അതാലോചിക്കുമ്പോൾ ഒരു ചെറിയൊരു വിഷമം മാത്രമല്ല, ഞാൻ യൂസ് ചെയ്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം, ഫേസ് ചെയ്തിട്ടുണ്ട് ചില ബുദ്ധിമുട്ടുകൾ. അപ്പം ഇനി ഒരു വേറൊരാൾ ഈ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഐ മീൻസ് എന്തെങ്കിലും ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്ന് വെച്ചെങ്കിൽ അതെനിക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും. എനിക്കത് ഇഷ്ടമല്ല. പിന്നെ അത് ഇവിടെ ഒരു സാധനം ഉണ്ടാവുമല്ലോ, ലോക്ക് ഓൺ ഓഫ്, ഇവിടെ ഒരു സാധനം ഉണ്ടാവും. ആ സാധനം എൻ്റെ ബാഗിൽ എടുപ്പുണ്ട് കേട്ടോ. ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് ഇൻഡിക്കേറ്ററൊക്കെ ഒന്ന് വർക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്. കുറേ നേരം ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് വേണം ഒന്ന് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കേസ് പറയുകയാണെന്ന് വെച്ചെങ്കിൽ കുറച്ച് കാലമായിട്ട് ബാക്കിലെ ലൈറ്റ് കത്തിയിരുന്നില്ല. പിന്നെയാണ് പിന്നെ രാത്രി ഒന്നും നമ്മളധികം വണ്ടി ഓടിക്കുന്നില്ലല്ലോ, അപ്പം എനിക്കറിയില്ലായിരുന്നു ബാക്കിലെ ലൈറ്റ് എന്തോ കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണെന്നുള്ളത്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ബാക്കിൽ ലൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വർഷോപ്പിൽ പോയിട്ട് തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്, ബാക്കിലെ ലൈറ്റ് കത്തിപ്പിച്ചു. കുറേ കാലമായിട്ട് കത്തുന്നുണ്ടായിരുന്നില്ല അത്. പിന്നെ ഇവിടേക്ക് വരികയാണെന്ന് വെച്ചെങ്കിൽ ഈ ഹെഡ്ലൈറ്റും വെളിച്ചമൊക്കെ നന്നേ കുറവാണ്. അന്നത്തെ ഒരു വണ്ടി ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ 2016 ഞാൻ ഈ ഒരു വണ്ടി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുള്ള വണ്ടികളുടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വണ്ടികളുടെ ലൈറ്റ് ഫുൾ വൈറ്റ് ആയിട്ടുള്ളൊരു ലൈറ്റാണ്, LED പോലത്തെ. പക്ഷേ ഇതൊരു മഞ്ഞ കളറിലുള്ള ലൈറ്റാണ്. അപ്പം അത് മാത്രമല്ല, ആ മഞ്ഞ കളറ് വല്ലാണ്ട് ഡിമ്മായിട്ടുണ്ട്. പിന്നെ ഡിമ്മും ബ്രൈറ്റും നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഡിമ്മിലൊരു വസ്തു വരില്ല, ഡിമ്മിലൊന്നും ആവില്ല. അവിടെ ചീന വല്ലതേ വീണ്ടും താഴ്ത്തുന്നു കേട്ടോ. രാവിലെ വന്നു കഴിഞ്ഞാൽ ചീനവലകൾ ഒരുപാട് താഴ്ത്തുന്നത് കാണാം. നമ്മൾ വിഷയം മാറിയിട്ടോ. അപ്പോൾ ഈ ഡിമ്മിലൊന്നും ഉണ്ടാവില്ല. ബ്രൈറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വെളിച്ചം വരും. അതാണ് ഇപ്പം മേ ബി ഞാൻ രാത്രിയൊക്കെ വണ്ടിയായിട്ട് പോകുമ്പം എനിക്കത് ബുദ്ധിമുട്ടാണ്, ലൈറ്റ് കുറവായതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും 10 വർഷത്തിനടുത്ത് ഞാൻ ഈ ഒരു വണ്ടി യൂസ് ചെയ്തു. എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ തന്നിട്ടുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ്. എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി അവിടുന്ന് എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോയി, ഒരുപാട് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്തു, എക്സ്പീരിയൻസ് ചെയ്തു. അതിനെല്ലാം എനിക്ക് ഈ ഒരു വണ്ടി എനിക്ക് കൂടെ നിന്നിട്ടുണ്ട്. അപ്പം എന്താ പറയുക, പക്ഷേ എനിക്ക് എന്തായാലും പുതിയ വണ്ടി വാങ്ങണമല്ലോ, പുതിയ വണ്ടി വേണം. അപ്പം ഞാൻ വിചാരിച്ച പോലെ യമഹയുടെ എയറോക്സ് എടുക്കണം എന്നുണ്ട്. അറിയില്ല, ഞാൻ അവിടെ പോയിട്ട് എയറോക്സിൻ്റെ എനിക്ക് അഫോർഡബിൾ ആവുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം. എയറോക്സ് എന്തിനു മാസ്ക് ഇടുന്നു, എനിക്ക് അഫോർഡബിൾ ആവുമോ, എനിക്ക് ബഡ്ജറ്റിൽ ഓക്കെ ആവണം, പിന്നെ കൊണ്ട് നടക്കാനും ഓക്കെ ആവണം. അപ്പം എയറോക്സ് കുറച്ച് ഹെവി വണ്ടിയാണെന്ന് ഞാൻ കേട്ടു, പക്ഷേ നേരിൽ ഞാൻ കണ്ടിട്ടില്ല. ആ നേരിൽ കണ്ടു കഴിഞ്ഞാൽ ആണ് എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ എയറോക്സ് ആയിരിക്കാം, എല്ലാം വേറെ ഏതെങ്കിലും വണ്ടി ആയിരിക്കും. എന്തായാലും യമഹയുടെ എൻജിനുള്ള വണ്ടിയായിരിക്കും എടുക്കുന്നുണ്ടാവുക. പിന്നെ എൻ്റെ ആഗ്രഹം 100 തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കറിയാം എൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഞാൻ 100 എടുക്കുന്നത് ഓക്കെ ആവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മിക്കവാറും 100 ആയിരിക്കില്ല എടുക്കുക. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബൈക്ക് എടുക്കണം എന്നുള്ളത്. പക്ഷേ എടുക്കും, 2 വർഷം കഴിഞ്ഞാലും ഞാൻ ബൈക്ക് എടുക്കും. പിന്നെ ഇൻഷുറൻസ് എല്ലാ വർഷവും മുടങ്ങാണ്ട് ഞാനല്ല കേട്ടോ, എൻ്റെ അച്ഛനാണ് മിക്ക ഭൂരിഭാഗം ഇൻഷുറൻസും അടച്ചിരുന്നത്. ചിലപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ജനുവരി മാസത്തിലാണ് മെയിനായിട്ട് എനിക്ക് ഇൻഷുറൻസിൻ്റെ ഇത് വരാറുള്ളത്. അപ്പം ആ ഇൻഷുറൻസ് ആകുമ്പോഴും മിക്കപ്പോഴും എൻ്റെ അച്ഛൻ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കാറുള്ളത്. അതിനൊരു മുടക്കവും വന്നിട്ടില്ല ഇൻഷുറൻസ് അടയ്ക്കാനായിട്ട്. പിന്നത്തെ കേസ് വെച്ചാൽ ലൈസൻസ്. അപ്പോൾ അന്ന് ഞാൻ ഈ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ലൈസൻസ് കിട്ടിയാൽ മതി എന്നായിരുന്നല്ലോ. 2017 ലൈസൻസ് കിട്ടി. അപ്പോൾ അന്ന് വിത്തൗട്ട് ഗിയർ ആണ് എടുത്തത്. അതെന്താ അറിയില്ല. അന്ന് പിന്നെ നമുക്ക് ബൈക്ക് ഓടിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഒന്നും ഇല്ലല്ലോ. ബൈക്ക് വേണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. കാറ്, ബൈക്ക് അത്രയൊന്നും ഇല്ലല്ലോ. ഒരു വണ്ടി അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അന്ന് വിത്തൗട്ട് ഗിയർ ലൈസൻസ് ആയിരുന്നു എടുത്തത്. അപ്പോൾ ഇനി എനിക്ക് ഇപ്പോൾ ബൈക്കൊക്കെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ വിത്ത് ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് പണിയൊക്കെ ഉണ്ട്. മാറ്റേണ്ട ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഈ പെട്ടെന്നൊന്നും ബൈക്കിലേക്ക് മൂവ് ചെയ്യുന്നത് നടപടിയാവില്ല. ആഴത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. എൻ്റെ വണ്ടിയുടെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു.
അപ്പം എന്തായാലും ഞാൻ തിരിച്ചു പോവാണ്. പിന്നെ എന്നത്തെയും പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.